The cuckoo bird, breaking the silence of the seas among the farthest Hebrides. Will no one tell me what she sings? Perhaps the plaintive numbers flow for old and happy far-off things and battles long ago. Or is it some more humbly familiar matter of today? Some natural sorrow, loss or pain that has been and may be again. Whatever theme the maiden sang, as if her song have no ending, I saw her singing at her work and over the sickle bending. I listened, motionless and still, and as I mounted up the hill, the music in my heart I bore long after it was heard no more. Thank you. When I crossed the wild, I chanced to see at brink of day the solitary child. No mate, no comrade Lucy knew. She dwelt on a white moon, the sweetest thing that ever grew beside a human door. You yet may spy the fawn at play, the hare upon the green, but the sweet face of Lucy Gray will never more be seen. That will be a stormy night. You to the town must go and take a lantern, child, to light your mother through the snow. That, father, I will gladly do. It is scarcely afternoon. The minister cup has just come to, and yonder is the moon. The storm came on before this time. She wandered up and down, and many a hill did Lucy climb, but never reached the town. The wretched parents all that night went shouting far and wide, but there was neither sound nor sight to serve them for a guide. They wept, turning homeward, crying, in heaven. Some maintain that to this day she is a living child, that you may see sweet Lucy Gray upon the lonesome wild. Thank you. സഫലമായില്ലയോ എങ്കിലും എങ്കിലും ആയുധമേന്തി നീ എൻ മുന്നിൽ വീർപ്പിട്ടു നിൽക്കവേ എൻ മനം തേങ്ങുന്നു. രാമാതോപ്പിൽ കുയിലുകൾ പാടി കുഴഞ്ഞിടുമ്പോൾ അണയാത്തതെന്തവൾ വാനിന്റെ താഴ്വാര തണലിൽ പതിവ് പോൽ വെള്ളവുമായി ഒരു കുടം തണ്ണീരുമൊക്കത്തു വച്ചൊരാ ശുശ്രൂഷയ്ക്ക് മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൽ നാളെ മറവിക്കേ ഉയരറ്റ ശ്രുബിന്ദുക്കളാൽ ഉദരം പകർന്നു വിലപിക്കാൻ ഇവിടയവശേഷിക്കയില്ലാരും ഈ ഞാനും ഇതു നിനക്കാൽ ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. പന്നിരുകുലം പെറ്റ പറയ്ക്കുമമ്മ നീ എണ്ണിയാൽ തീരാത്ത തങ്ങളിൽ ഒതുങ്ങാത്ത തന്നമ്മയെ അറിയാതെ പ്രണയിച്ച മകൻ തന്റെ കഥയെത്ര പഴകി. പുതിയ കഥ എഴുതുന്നു വസുതയുടെ മക്കളിവർ, വസുതയുടെ വസ്ത്രമുതിയുന്നു.
ശേഷിക്കുവോളം പൊട്ടാമദ്യം കുപ്പികൾ കാണാം, പൊട്ടിയ താലിൽ ചരടുകൾ കാണാം. പൊട്ടാമദ്യം കുപ്പികൾ കാണാം, വിശപ്പട്ടി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. പൊട്ടിയ താലിൽ ചരടുകൾ കാണാം, പൊട്ടാമദ്യം കുപ്പികൾ കാണാം. വിശപ്പട്ടി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. ൊരൽപ്പം ചോറ് തേടൽ കാണാം, തറയൊരൽപ്പം ചോറ്. സംവാദങ്ങളുടെ തുടർച്ചയായി ഇന്ന് നാം ചലച്ചിത്ര ദിനമായി ആഘോഷിക്കുകയാണ്. മലയാളത്തിലെയും ലോക സിനിമയിലെയും ഏറ്റവും മികച്ചതും ഏറ്റവും പുതിയതുമായ തിരക്കഥകൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് DC ബുക്സിന്റെ അഭിമാനകരമായ നേട്ടങ്ങളിലൊന്നാണ്. ഒരു സമൂഹത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന കലാരൂപം എന്ന നിലയിൽ ചലച്ചിത്രം ഇന്ന് ഏറ്റവും ഗൗരവകരമായ പഠനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. മലയാള സിനിമയെ സംബന്ധിച്ച് സാഹിത്യവുമായുള്ള അഭേദ്യമായ ബന്ധം നമുക്കറിയാവുന്നതാണ്. ചലച്ചിത്ര സംവാദത്തിന്റെ വിശാലമായ ലോകത്തേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ MB ദേവൻ അഥവാ ദേവൻ മാഷ്, വിശിഷ്ടാതിഥി ശ്രീ ഭരത് മമ്മൂട്ടി, ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ശ്രീ VK ശ്രീരാമൻ, ശ്രീ ബിപിൻ ചന്ദ്രൻ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വായനക്കാരെ, ഇത് DC ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ 5ാം ദിവസമാണ്. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഞങ്ങളുടെ വായനക്കാരും സുഹൃത്തുക്കളും ഞങ്ങൾക്ക് എന്ന പ്രോത്സാഹനത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ശ്രീ മമ്മൂട്ടി വളരെ തിരക്കിനിടയ്ക്കാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വാഗതം ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് തിരിച്ചു പോകണം. അദ്ദേഹം പനി പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹം ഇങ്ങനൊരു ചടങ്ങിന് തന്നെ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തിരിച്ചു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വാഗത പ്രസംഗത്തിലേക്ക് കിടക്കാം. ഇന്ന് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ MB ദേവൻ അഥവാ ദേവൻ മാഷ്, DC ബുക്സിൻ്റെ അടുത്ത സുഹൃത്തും കേരളം അറിയപ്പെടുന്ന ഒരു ചിത്രകാരനും സാംസ്കാരിക നായകനുമാണ്. അദ്ദേഹത്തെ തന്നെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി കിട്ടിയതിൽ അത്യധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് ശ്രീ ഭരത് മമ്മൂട്ടിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ തിരക്കിനിടയ്ക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുന്ന സമയത്തും ഈ ചടങ്ങിനായിട്ട് എത്തിച്ചേരാമെന്ന് വളരെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് പ്രശസ്ത കവി ചെയ്യുന്നു. ശ്രീ VK ശ്രീരാമനെ സംബന്ധിച്ചോളം DC ബുക്സിൻ്റെ ഏതൊരു ചടങ്ങിനും എപ്പോൾ വിളിച്ചാലും അദ്ദേഹം മറ്റ് ഔദ്യോഗിക പരിപാടികൾ പോലും മാറ്റിവെച്ച് വരുന്ന
അത്ര അടുപ്പമാണ് ശ്രീ വി കെ ശ്രീരാമൻ്റെ DC ബുക്സിനോട്. അദ്ദേഹം വളരെ പാടുപെട്ടാണ് ഇന്ന് അദ്ദേഹം കുന്നംകുളത്ത് നിന്ന് ഇവിടെ എത്തിയത്. അദ്ദേഹത്തോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വരുമെന്ന് ഞാൻ ഉറപ്പ് വന്നിരുന്നു. ഇന്നലെ വിളിച്ചു പറഞ്ഞു എനിക്ക് യാത്ര ചെയ്യാവുന്ന അവസ്ഥയിലല്ല, അതുകൊണ്ട് വരാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ശ്രീ മമ്മൂട്ടിയുടെ ഈ പുസ്തകത്തിന് വരാതിരിക്കുന്നതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് രോഗം പെട്ടെന്ന് സുഖമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിനായി എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ രവി DC. ചിത്രശില്പകലകളുടെ ആചാര്യൻ, എഴുത്തിലും ചിന്തയിലും ഒരുപോലെ തിളങ്ങുന്ന വ്യക്തിത്വം, സർഗാത്മകമായ കലാപഭൂമിയിലൂടെ നിർഭയമായി സാംസ്കാരിക വിമർശനം നടത്തുന്ന ശ്രീ MV ദേവൻ മാസ്റ്റർ DC കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. സ്വാതന്ത്ര്യം കൊണ്ട് നാം എന്തു ചെയ്തു എന്ന ദേവൻ മാഷിന്റെ ഏറ്റവും പുതിയ പുസ്തകവും DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വരയുടെയും എഴുത്തിന്റെയും ചരിത്രത്തിനൊപ്പം സഞ്ചരിക്കുന്ന ബഹുമാന്യനായ ദേവൻ മാഷിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓം തസ്മൈ ശ്രീ ഗുരവേ നമഃ. വിജ്ഞാനപ്രഭ തൂകുന്ന ചൈതന്യ കേന്ദ്രമാണ് ഗുരു. ആ ഗുരുക്കന്മാരാണ് ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്നത്. അതുപോലുള്ള ഗുരുക്കന്മാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ഇരിക്കാൻ കസേരകളില്ലാത്തതുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ അടുത്ത് DC ഇറക്കിയുള്ള പുസ്തകം സ്വാതന്ത്ര്യം കൊണ്ട് നാം എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടായി. ആ പുസ്തകത്തിൻ്റെ ഫലമായിട്ടായിരിക്കണം എനിക്ക് എൻ്റെ നാട്ടുകാരനും ഈ നാട്ടിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സാഹിത്യ നായകൻ അമേരിക്കയിലെ ബുഷിൻ്റെ സെക്രട്ടറിയായി നിശ്ചയിക്കപ്പെടേണ്ട ഒരു കക്ഷിയാണ് ഇവൻ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എറണാകുളത്തുകാർ അറിഞ്ഞിട്ടുണ്ടോ അറിയില്ല. ഏതായാലും ആ പോസ്റ്റ് സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീർച്ചയാക്കിയിട്ടില്ല. ഏതായാലും എൻ്റെ നാട്ടുകാരനായിട്ട് വളരെ പ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരൻ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി പദവാനായിരിക്കുന്നതാണ് ഈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ളത്. നമ്മുടെ വിപ്ലവ പാർട്ടിയായ ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ ഒരു വലിയ ലേഖനമായിട്ടാണ് വന്നത്. MV ദേവനെ ഉടനെ ബുഷിൻ്റെ സെക്രട്ടറിയായി നിശ്ചയിക്കുക. അപ്പോൾ സ്വാതന്ത്ര്യം കൊണ്ട് നാം എന്ത് ചെയ്തു എന്ന ഒരു ചെറിയ പുസ്തകം ഇറക്കിയതിൻ്റെ ഫലം പ്രൊമോഷനായിട്ട് MV ദേവന് ബുഷിൻ്റെ സെക്രട്ടറിഷിപ്പ് കിട്ടുന്നു. ഇനിയിപ്പോൾ നാളെ ഞാനൊരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ UNOൻ്റെ സെക്രട്ടറിഷിപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തരൂർ സെച്ചൊക്കെ ഇരിക്കുന്ന അവിടുത്തെ കൾച്ചറൽ സെക്രട്ടറിഷിപ്പോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അപ്പം ഇതൊക്കെ വാസ്തവത്തിൽ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇപ്പോൾ രവി DC, അദ്ദേഹത്തിൻ്റെ പിതാവ് പരേതനായ DC കിഴക്കമുറി നായർ, അയ്യപ്പ പണിക്കർ, G കുമാരപിള്ള, ഇങ്ങനെ പല ആൾക്കാരുമായി സമ്പർക്കപ്പെടുകയും ഈ ദിവസം ചലച്ചിത്രത്തിന് പ്രത്യേകം നീക്കിവെച്ചതാണെന്നും നമ്മുടെ ചലച്ചിത്ര താരങ്ങൾ അത്യന്ത ശോഭയോടുകൂടെ വഴങ്ങുന്ന ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തുന്ന ദിവസമാണ്. ആ ചലച്ചിത്ര രംഗത്തും വാസ്തവത്തിൽ പിന്നണി പ്രവർത്തകനായി എനിക്ക് നിൽക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരമായാലും അരവിന്ദൻ്റെ ഉത്തരായണമായാലും അങ്ങനെയുള്ള പല പടങ്ങളുടെയും സന്നാഹങ്ങൾ നടത്തുന്ന അവസരത്തിൽ പലപ്പോഴും ഈ രഥഘോഷയാത്രയിൽ കൂവി വിളിച്ച് കൂട്ടം കൂടാൻ പയ്യന്മാർ കൂടുന്നത് പോലെ കൂടാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഗോപാലകൃഷ്ണനായിട്ടും അരവിന്ദനായിട്ടും പ്രസിദ്ധ സിനിമാറ്റോഗ്രാഫറായ മങ്കടരവർമ്മയായിട്ടും ഷാജിയായിട്ടും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരുമായിട്ടും അടുത്ത ബന്ധം. ഇപ്പോൾ നമ്മുടെ കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പിന്നെ നമ്മുടെ കവി ബാലേന്ദ്രൻ ഇവിടെ ഞങ്ങളൊരു കലാപീഠം എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ നടത്തുന്ന കാലത്ത് അവിടെയൊക്കെ ചില കവിത വായിക്കാനും ചണ്ട കൂടാനൊക്കെ വന്നിരുന്ന ഒരു മിടുക്കൻ പയ്യൻ ഇപ്പം നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു വലിയ കവിയായിരിക്കുന്നു, വലിയ അഭിനേതാവായിരിക്കുന്നു.
ചലച്ചിത്രമായാലും സാഹിത്യമായാലും കവിതയായാലും ചിത്രമായാലും ശില്പമായാലും എന്തായാലും ഉൾപ്പെടുന്നത്. ആ ഭാവനയിലാണ് അവൻ ആദ്യമായി ഈ ലോകത്തെ പുതിയ രീതിയിൽ സങ്കല്പിക്കുന്നത്. ആ പുതിയ രീതിയിൽ സങ്കല്പിച്ച ലോകത്തെയാണ് അവൻ പിന്നീട് ഈ കുംഭകത്ത് ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത്. ഈ വൈഭവം മനുഷ്യരല്ലാതെ മറ്റു യാതൊരു ജീവികൾക്കുമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കി ഇതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിൻ്റെ നല്ല വഴിയിലേക്ക് നയിക്കാനും അങ്ങനെ വളർന്നു വന്ന വിദ്യാർത്ഥികളെ നല്ല നിലയിൽ യുവാക്കന്മാരാക്കി നല്ല വഴിക്ക് നയിക്കാനും അങ്ങനെ സ്വന്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമുള്ള പുതിയ കർമ്മ സഞ്ചരിക്കാൻ പാകത്തിലുള്ള ആളുകളെ വാർക്കുന്ന കാര്യത്തിൽ നമ്മുടെ നാട് പിന്നോട്ട് പോവുകയാണ് എന്ന ദുഃഖസത്യം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ ദേവൻ മാഷിന് ആദരവോടെ നന്ദി പറയുന്നു. അടുത്തതായി ഔപചാരികമായ പുസ്തക പ്രകാശനമാണ്. ഇന്ന് ഭരത് മമ്മൂട്ടിയുടെ മമ്മൂട്ടി കാഴ്ചയും വായനയും എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഔപചാരികമായ പുസ്തക പ്രകാശനത്തിന് മുൻപായി പുസ്തകം പരിചയപ്പെടുത്തലാണ്. അതിനായി ശ്രീ വിപിൻ ചന്ദ്രനെ ക്ഷണിക്കുന്നു. ഇദ്ദേഹം പുസ്തകത്തിന്റെ എഡിറ്ററാണ്. വേദിയിലിരിക്കുന്ന ബഹുമാനരായ വ്യക്തികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മമ്മൂട്ടി കാഴ്ചയും വായനയും എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ എഡിറ്റർ എന്ന നിലയിൽ, അഥവാ മമ്മൂട്ടിയെ പേജുകളിൽ അടുക്കി വെച്ചവൻ എന്ന നിലയിൽ ഈ പുസ്തകത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങളോട് ചെറുതായൊന്ന് വിശദീകരിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. കഥാപാത്രങ്ങൾ മനുഷ്യ മനസ്സുകളിൽ നിന്നും പച്ച പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാർക്ക് ആന്റണിയുടെ ഗംഭീരമായിട്ടുള്ള പ്രസംഗം നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നത്. Friends, Romans and countrymen, lend me your ears. I come to bury Caesar, not to praise him എന്ന് പറയുന്ന ആ വാക്ധോരണി നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പണിപ്പുരയിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ ഒരു പണ്ഡിതവരേണ്യൻ, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, മമ്മൂട്ടി ഇത്രയ്ക്കൊക്കെ പഠിക്കപ്പെടാനുള്ള ഒരു വകയുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹത്തോടുള്ള മറുപടി പണ്ടേ വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്. കാലം അതിന്റെ കനത്ത കരം കൊണ്ട് ലീലയാൽ ഒന്ന് പിടിച്ചു കുലുക്കിയാൽ പാടെ പതറിക്കൊഴിഞ്ഞു പോകും ബ്രഹ്മാണ്ട പാതകപ്പൂക്കളം താരങ്ങൾ കൂടിയും. ഏത് താരവും കാലത്തിന്റെ പിടിച്ചുകുലുക്കലിൽ കൊഴിഞ്ഞു താഴെ വീഴും. പക്ഷേ എത്ര കാലം താരാകാശത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 27ഓളം വർഷങ്ങളായി മലയാളിയുടെ ജീവിതത്തിൽ ചില രഹസ്യങ്ങളിലേക്ക്, മണിച്ചിത്ര പൂട്ടുകൾ തുറക്കുന്ന ചില രഹസ്യ താക്കോലുകൾ കണ്ടുപിടിക്കുന്നതിലേക്ക് നയിക്കുമാറാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പുസ്തകത്തിന്റെ രൂപകൽപ്പന നമ്മൾ നടത്തിയിട്ടുള്ളത്. ഈ പുസ്തകം ആരെയും പൊക്കുന്നതിനോ ആരെയും താഴ്ത്തുന്നതിനോ വേണ്ടിയിട്ടുള്ളതല്ല, ആരെയും ചവിട്ടി താഴ്ത്തുന്നതിന് വേണ്ടിയോ വാഴ്ത്തുപാട്ട് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ളതല്ല. മറിച്ച് ഒരു വ്യക്തിയുടെ, നടന്റെ, താരത്തിന്റെ ഒക്കെ സാധ്യതകൾ പല കാഴ്ചക്കോണുകളിൽ നിന്നുകൊണ്ട് അപഗ്രഥനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള അപഗ്രഥനത്തിലൂടെ സമഷ്ടി ജീവിതത്തിന്റെ പൊരുളുകൾ തന്നെയായിരിക്കും നമ്മൾ കണ്ടെത്തുക. ഇതിൽ ആരാധനയുടെ അംശങ്ങളുണ്ടാകാം, മമ്മൂട്ടി എന്ന മനുഷ്യന്റെ ആത്മകഥയുടെ അംശങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്, വിലയിരുത്തലുകളുണ്ട്, വിമർശനങ്ങളുണ്ട്, വിശകലനങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ പല അടരുകളുള്ള ഒരു വ്യക്തി സാന്നിധ്യത്തെ പല രീതിയിൽ നോക്കിക്കാണുന്ന ഒരു പുസ്തകമായിരിക്കും ഇത്. ഇത്തരത്തിലുള്ള ഒരു പുസ്തകം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ആലോചിക്കാനേ പറ്റില്ലായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിജീവി വാരികളിലൊക്കെ ജനപ്രിയ താരങ്ങൾ പഠന വിഷയമായി തുടങ്ങിയത് 2000-ന് ശേഷമാണ്. അൻവറിനെ പോലെയുള്ള, അൻവർ റഷീദിനെ പോലെയുള്ള, മാർട്ടിൻ പ്രക്കാടിനെ പോലെയുള്ള, ഷാനിയെ പോലെയുള്ള സുഹൃത്തുക്കൾ, ഫെലിക്സ് ജോസിനെ പോലെയുള്ള, ജോർജ് കുട്ടി സാറിനെ പോലെയുള്ള സഹപ്രവർത്തകർ, ഇവരുടെയൊക്കെ സഹകരണങ്ങൾ, അതേപോലെ തന്നെ വിദ്യാർത്ഥി സമൂഹം നൽകിയിട്ടുള്ള ഒരു പിന്തുണ, ഇതൊക്കെ തന്നെ ഈ പുസ്തകത്തിന്റെ യാഥാർത്ഥ്യമാകലിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം ഈ പുസ്തകത്തിന്റെ പ്രകാശനം എനിക്ക് സ്വകാര്യമായിട്ടുള്ള ഒരു അഹങ്കാരത്തിന്റെ വേദി കൂടിയാണ്. രസകരമായ ഒരു കോയിൻസിഡൻസ് ഇതിനകത്തുണ്ട്. മഹാരാജാസ് കോളേജിൽ പഠിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. ഒരു മഹാരാജാസുകാരനാണ് എന്ന് വളരെ അഹങ്കാരത്തോടെ പരസ്യമായി തന്നെ പറയുന്ന ആളാണ്. അതേ അഹങ്കാരം പങ്കുവെക്കുന്ന 2 പേർ ഈ വേദിയിലുണ്ട്. ഈ പുസ്തകം ആരെക്കുറിച്ചാണോ നമ്മൾ പുറത്തിറക്കുന്നത് ആ വ്യക്തി മഹാരാജാസിന്റെ ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള ഒരു താരമാണ്. നമുക്ക് മഹാരാജാസിലെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അതോടൊപ്പം തന്നെ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാർ മഹാരാജാസിലെ മറ്റൊരു ജ്യേഷ്ഠ സഹോദരനാണ്. അങ്ങനെ മഹാരാജാസുകാരനെ കുറിച്ച് മഹാരാജാസുകാരൻ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കുന്ന, മഹാരാജാസുകാരൻ പ്രകാശനം നിർവഹിക്കുന്ന ഈ ചടങ്ങ് എൻ്റെ സ്വകാര്യ അഹങ്കാരം കൂടിയായി മാറും. ഒപ്പം ഈ പുസ്തകത്തെ യാഥാർത്ഥ്യമാക്കാൻ സഹകരിച്ച എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം നിങ്ങളിലേക്ക് തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിവിടെ
അവസാനിക്കുന്നില്ല. ഈ പുസ്തകം ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ചർച്ചകൾക്കും വായനകൾക്കും അതിവായനകൾക്കും ന്യൂനീകരണങ്ങൾക്കും ഒക്കെ വിധേയമായി ഈ പുസ്തകം തുടരും. മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയും അതേപോലെ തന്നെ ഒരു സജീവ സാന്നിധ്യമായി നമ്മുടെ ജീവിതങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ആ തുടർച്ചയിലാണ് ഈ പുസ്തകത്തിന്റെ സാർത്ഥകത എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഈ പുസ്തകം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നന്ദി ശ്രീ ബിപിൻ ചന്ദ്ര. അടുത്തതായി ഔപചാരികമായ പുസ്തക പ്രകാശന ചടങ്ങാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിനെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി ശ്രീ പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ മമ്മൂട്ടി കാഴ്ചയും വായനയും പ്രകാശനം ചെയ്യുന്നത് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ വി കെ ശ്രീരാം. ചെയ്ത കവിതകളുടെ രചയിതാവ്, മലയാള സാംസ്കാരിക ഭൂമികയിൽ സർഗസംവാദങ്ങളുടെ തീക്ഷ്ണമായ അനുഭവ മണ്ഡലം സാധ്യമാക്കിയ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പ്രകാശന ചടങ്ങിന് ശേഷമുള്ള പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ എം വി ദേവൻ, പ്രിയപ്പെട്ട പത്മശ്രീ ഭരത് മമ്മൂട്ടി, പ്രിയപ്പെട്ട വി കെ ശ്രീരാമൻ, പ്രിയപ്പെട്ട ബിപിൻ ചന്ദ്രൻ, പ്രിയപ്പെട്ട രവി DC, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസവും മുഹൂർത്തവുമാണ്. കഴിഞ്ഞ 3 ദശാബ്ദക്കാലം ഏതാണ്ടായി നമ്മുടെ മലയാളികളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെക്കുറിച്ചുള്ള പല കാഴ്ചപ്പാടിൽ നിന്ന് പലരും എഴുതിയിട്ടുള്ള ഒരു പുസ്തകം അനുഭവങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും അകമ്പടിയോടെ പിൻബലത്തോടെ രചിക്കപ്പെട്ട ലേഖനങ്ങളുടെ ഒരു സമാഹാരം ഇന്നിവിടെ പ്രകാശിപ്പിക്കാൻ എനിക്ക് അവസരം നൽകിയ രവി DC ആദ്യമായി ഹൃദയപൂർവ്വം നന്ദി പറയും. ഇത്രയും ജനപ്രിയനായ ഒരു നടനെ കുറിച്ച് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ചലച്ചിത്രശാലകളുടെ അന്ധകാരത്തിൽ ഇരുന്ന് എത്രയോ കാലമായി അദ്ദേഹത്തിൻ്റെ അനേകം കഥാപാത്രങ്ങളെ, വൈവിധ്യങ്ങളെ, സംഭാഷണ ധാരകളെ അവരെന്തെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറയുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. കാരണം എപ്പോഴും പൊതുവായി നമുക്ക് ഒരാളെക്കുറിച്ചുള്ള മതിപ്പ്, ആരാധന, ആദരവ് ഇതൊന്നും വ്യക്തമാക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഈ അടുത്ത കാലത്തായിട്ടൊരു മാറ്റം നമ്മുടെ സാംസ്കാരിക രംഗത്ത് വന്നിട്ടുണ്ട്. മുമ്പഴത്തെ പോലെ പഠിക്കപ്പെടേണ്ടവയാണെന്നും അവയെക്കുറിച്ച് അപഗ്രഥിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഒരാവശ്യമാണെന്നും ലോകത്തിലെ എല്ലാ ബുദ്ധിജീവികളും സമ്മതിച്ചു കഴിഞ്ഞ ഒരു കാലമാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് മഹാരാജാസിൽ പഠിക്കുമ്പോൾ മഹാരാജാസിന്റെ ചുമരുകളിൽ ഒരു മുദ്രാവാക്യം എഴുതി വെച്ചിരുന്നു. മുദ്രാവാക്യമല്ല, മാവോ സേതുങ്ങിന്റെ ഒരു ഉദ്ധരണിയാണ്. ജനങ്ങളാണ് യഥാർത്ഥ കഥാനായകന്മാർ, നമ്മളോ ശിശുപ്രകൃതി. പ്രിയങ്കരമായ കലാരൂപങ്ങളെയും കലാകാരന്മാരെയും ഭക്ഷണ പദാർത്ഥങ്ങളെപ്പോലും ബുദ്ധിപരമായ അപഗ്രഥനത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൂടാ എന്നും ലോകത്തിലെ ജനങ്ങൾ ചരിത്രം പഠിക്കുന്നവരല്ല, ചരിത്രം പഠിപ്പിക്കുന്നവരല്ല, മറിച്ച് ചരിത്ര പണ്ഡിതരുമല്ല, മറിച്ച് ചരിത്രം സൃഷ്ടിക്കുന്നവരാണ് എന്ന ബോധം സാർവത്രികമാവുകയും ചെയ്തിട്ടുണ്ട്.
സർവകലാശാലകളിൽ ചരിത്രം ദേശമേതായാലും മനുഷ്യന്റെ ധർമ്മസങ്കടങ്ങൾ ഒന്ന് തന്നെയാണെന്നും ഏത് കാലത്തും അത് വടക്കൻ വീരഗാഥയുടെ കാലത്തായാലും ഏറ്റവും പുതിയ കാലത്തായാലും കഥാപാത്രം അന്താരാഷ്ട്ര നിലവാരമുള്ള സമ്പന്നനും സംസ്കാര സമ്പന്നനുമാണെങ്കിലും വെറും തേപ്പുകാരനായ തമിഴനാണെങ്കിലും ഏത് തലത്തിലും ഏത് തരത്തിലുമുള്ള മനുഷ്യന്റെയും ഹൃദയങ്ങളിലെ വികാര വിചാരങ്ങൾ ഒന്നു തന്നെയാണെന്ന് സങ്കുചിത മനസ്കരായ മലയാളികളുടെ പരിമിതികളെ ഭേദിക്കാനും ഭാരതത്തിന്റെയും ലോകത്തിന്റെയും ചക്രവാളങ്ങളിലേക്ക് തന്റെ കർമ്മശക്തിയുടെ ജ്വാലകൾ എത്തിക്കാനും കഴിഞ്ഞ ഈ മഹാവ്യക്തിത്വത്തെ കുറിച്ച്, ഈ വലിയ കലാകാരനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെയും കലയുടെയും വിവിധ വശങ്ങളെക്കുറിച്ച് ഈ കാലഘട്ടം എങ്ങനെ ചിന്തിച്ചു, ഈ കാലഘട്ടത്തിലെ ബുദ്ധിജീവികൾ എങ്ങനെ ചിന്തിച്ചു എന്നതിനൊരു രേഖയായിട്ട് ഈ പുസ്തകം. ശ്രീ വി.കെ. ശ്രീരാമൻ, ചലച്ചിത്ര താരം, മാധ്യമപ്രവർത്തകൻ എന്നീ മേഖലകൾക്കൊപ്പം എഴുത്തിലും തന്റെ കൈമുദ്രകൾ രേഖപ്പെടുത്തിയ ശ്രീ വി.കെ. ശ്രീരാമന്റെ വ്യക്തിത്വം നമുക്ക് ഏറെ പരിചിതമാണ്. ആശംസകൾ നേരുന്നതിനായി അദ്ദേഹത്തെ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ അറിവിൽ ഇത് മമ്മൂട്ടിയെ കുറിച്ചുള്ള 4-മത്തെയോ 5-മത്തെയോ പുസ്തകമാണ്. ഈ കാലഘട്ടം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ കൃതികളുമായി ബന്ധമില്ലാത്ത സിനിമകൾ ഉണ്ടാവുന്ന ഒരു കാലമാണ്. പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളിൽ നിന്നാണ് സിനിമകൾ ഉണ്ടായത്. അന്ന് ചലച്ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരുമായി വളരെയധികം ബന്ധമുണ്ടായിരുന്നു. പിൽക്കാലത്ത് എപ്പോഴും അത് മുറിഞ്ഞു പോവുകയും ഇപ്പോൾ പാടെ ഇല്ലാതെയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സംഗതി, ഈ അടുത്ത കാലത്ത് സിനിമയിൽ നിന്ന് പല ആൾക്കാരും പുസ്തകത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരികയും പുസ്തകത്തിന്റെ ലോകത്ത് നിന്ന് പല ആൾക്കാരും മലയാളം ചുള്ളിക്കാടിനെ പോലെ സിനിമയുടെ ലോകത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു പ്രമുഖ സാഹിത്യകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരി, പേര് പറയുന്നില്ല, ഇപ്പൊ മലയാള സാഹിത്യം സിനിമാക്കാർക്ക് വേണ്ടി തിണ്ണനിറങ്ങാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് വരെ ഒരു എന്താ പറയാ വിഷമം പറച്ചില് ഉണ്ടായി. എക്കാലത്തും ഞാനും മമ്മൂട്ടിയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എക്കാലത്തും പുസ്തകങ്ങളെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ കഥകൾ വായിക്കുകയും സാഹിത്യത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയും അതിനുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രകൃതിയാണ് മമ്മൂട്ടിയുടെ. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് ഈ പുസ്തകത്തിൽ, അതുപോലെ ഒരു പുസ്തകമല്ല, 4 പുസ്തകമല്ല, എത്ര പുസ്തകങ്ങൾ വേണമെങ്കിൽ എഴുതാനുള്ള അത്രമാത്രം തുറന്ന് പറയാൻ സന്തോഷമുള്ള, അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറുള്ള, അല്ലെങ്കിൽ അതിലെ ഒരു ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വം മമ്മൂട്ടിയുടെ. പല ആൾക്കാരും പല സംഗതികളും ഈ പ്രത്യേകിച്ച് സിനിമയിൽ വരുമ്പോൾ പല സംഗതികളും മറച്ചു വെക്കാനും അല്ലെങ്കിൽ പുതിയ സംഗതികൾ വെച്ചുപിടിപ്പിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതായത് നമ്മുടെ ഒരു പൂർവാശ്രമത്തെ പറ്റി അവരങ്ങനെ വിട്ടുകൊടുക്കാറില്ല. മമ്മൂട്ടിയെ സംബന്ധിച്ച് അടുത്താണെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. അതായത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുദാഹരണം, ഈ ഒരിക്കൽ ആദ്യമായിട്ട് ഈ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരുടെ ചീത്ത പറയുന്നത്. അപ്പൊ ഈ ചീത്ത പറച്ചിലിനെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, ഈശ്വരന് അള്ളാഹുവിന് എന്നെ വളരെ ഇഷ്ടപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ എന്നെ പുറത്താക്കുമായിരുന്നു, അത്ര അധികം ആൾക്കാരെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് എന്ന് മൂപ്പർ എന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത്തരം വശങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അപ്പൊ ഒരിക്കൽ ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് ചോദ്യം ചോദിച്ചപ്പോഴേ മൂപ്പരോട് പറഞ്ഞു, ഈ മൂപ്പര് ചെമ്പിൽ ചെന്ന് ഷൂട്ട് ചെയ്യാൻ സമയത്ത് മൂപ്പര് ചെറുപ്പത്തിലുള്ള സുഹൃത്തുക്കളും അല്ലെങ്കിൽ ആ വീട്ടുകാരും നാട്ടുകാരും ഒന്നും തന്നെ മമ്മൂട്ടിന്ന് വിളിക്കുന്നില്ല. എല്ലാവരും കുഞ്ഞ് അങ്ങനെയൊക്കെ വിളിക്കുന്നത്. ആരും മമ്മൂട്ടിന്ന് ചെമ്പിൽ ഇദ്ദേഹത്തിന് മമ്മൂട്ടിന്ന് ഇദ്ദേഹത്തിന്റെ പൂർവ്വകാല സുഹൃത്തുക്കൾ ആരും തന്നെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല അത് പറഞ്ഞത്. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് മൂപ്പർ ഇവിടെ വന്നു ചേർന്നപ്പോൾ ചോദിക്കുന്നവരോടൊക്കെ മൂപ്പർ പറഞ്ഞ മൂപ്പരുടെ പേര് ഒമർ ഷെരീഫ് എന്നാണ്.
അപ്പൊ ഒമർ ഷരീഫ് എന്നുള്ള പേരിൽ കുറച്ചു കാലം മഹാരാജാസിലെ മൂപ്പർ ഇങ്ങനെ വിലസി. ഒരു ദിവസം ശശിധരൻ പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ വർത്താനം പറഞ്ഞു നിൽക്കുന്നതിനിടയ്ക്ക് പുസ്തകത്തിൽ നിന്ന് ഐഡന്റിറ്റി കാർഡ് നിലത്ത് വീഴുകയും അതില് മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് കാണുകയും ചെയ്തിട്ട് അദ്ദേഹം വിളിച്ചു, അത് ശരി, നീ ഒമർ ഷരീഫാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്രയും കാലം ഇവിടെ നടന്നിരുന്നത്. എല്ലാവരും ചില ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ ഒമർ എന്നൊക്കെ ഓമന പേരിട്ടിട്ട് വിളിച്ചിരുന്നു ഇത്ര കാലത്ത്. ഇത് കിട്ടുമ്പോ നീ മുഹമ്മദ് കുട്ടിയാണ് അല്ലേ, നിന്നെ വല്ല മമ്മൂട്ടി എന്നൊക്കെയല്ലേ വിളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റപ്പേര് എന്ന നിലയ്ക്ക് മഹാരാജാസ് കോളേജിൽ വെച്ചിട്ട് വിളിക്കാൻ തുടങ്ങിയതാണ് മമ്മൂട്ടി എന്ന്. പിന്നെ മമ്മൂട്ടി പറയുന്നത്, പിന്നെ ഞാനത് മാറ്റാനും പോയില്ല. ആ കുറ്റപ്പേര് പിന്നെ നല്ല പേരായി മലയാള സിനിമയുടെ ഒമർ ഷരീഫായി മമ്മൂട്ടി മാറുകയും ചെയ്തു. ശ്രീ വി കെ ശ്രീരാമന് ആദരവോടെ നന്ദി പറയുന്നു. മലയാള സിനിമയെ പ്രതിനിധാനം ചെയ്യുന്ന വാക്കാണ് ഇന്ന് മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ കൂടി കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ പരിണാമങ്ങൾ നമുക്ക് ദർശിക്കുവാൻ കഴിയും. രസഭാവനകളുടെ വൈശിഷ്ട്യം മാറ്റികൂട്ടുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ മലയാളിയുടെ സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏറെ തിരക്കുകൾക്കിടയിലും നമുക്കൊപ്പം ഈ സായാഹ്നം പങ്കിടാനെത്തിയ പത്മശ്രീ ഭരത് മമ്മൂട്ടിയെ മറുപടി പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. മറുപടി പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ എഴുതിയ പുസ്തകമല്ല ഇത്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊരു ഈ പുസ്തകത്തിനെ പറ്റി പറഞ്ഞതിന് ഒരു മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഈ പുസ്തകമായിട്ട് ഞാൻ ഹരിശ്രീ എന്ന് പോലും ഈ പുസ്തകത്തിന് എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ രചനയിൽ എനിക്ക് യാതൊരു കഴിവുമില്ല. ഒരുപാട് ആളുകൾ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്, നല്ലതും ചീത്തയും. പിന്നെ എന്നോട് ചോദിച്ച അപൂർവം ചില ചോദ്യങ്ങൾക്ക് ശ്രീരാമൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയ പോലെയൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പ്രസംഗിക്കാൻ ഇവിടെ ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് വക്കീൽ കുപ്പായം ഇട്ട് ആദ്യമായിട്ട് കോടതിയിൽ പറഞ്ഞ ഒരു വാക്ക് പോലത്തെ ആ ഒരു അവസ്ഥയാണ്. ഒരുപാട് പ്രഗത്ഭരായ അഭിഭാഷകരിരിക്കുമ്പോൾ അക്യൂസ്ഡ് പ്രസിഡന്റ് പ്രതി ഹാജരുണ്ടെന്നുള്ള വാക്ക് പറയാൻ ഞാൻ എൻ്റെ 4 കൈയും കാലും പറിച്ചിരുന്ന ഒരവസ്ഥയാണ്. അതുപോലെയാണ് ഞാൻ ഈ വാക്കുകളിട്ട് അമ്മാനം പാടുന്ന ഈവൻ ദേവഭാഷ പോലും ഒരുപാട് വാക്കുകളുടെ മനോഹരമായി വരയ്ക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളല്ല. അക്ഷരം പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അക്ഷരം കൊണ്ട് ഞാൻ ഒരുപാട് അഭ്യാസങ്ങൾ നടത്തിയിട്ടില്ല. പിന്നെ സിനിമയിൽ ഒരുപാട് വാചാട്ടോപ്പങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെതല്ല. പിന്നെ ഈ പുസ്തകം ശ്രീരാമൻ പറഞ്ഞ 2, 3, 4 പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എഴുതിയ പുസ്തകമുണ്ട്, എന്നെപ്പറ്റി എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഇങ്ങനൊരു പുസ്തകം ഉണ്ടായതിലേക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം നമ്മളെ അറിയാതെ നമ്മൾ ആരോ ആണെന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്നത് നമുക്ക് ഒരുപക്ഷെ ഒരു ആവേശമാവാം, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയാവാം, അല്ലെങ്കിൽ നമ്മളില്ലാത്തത് അല്ലെങ്കിൽ നമ്മളറിയാത്തത് നമ്മളിലുള്ളത് മറ്റുള്ളവർ കണ്ടത് നമ്മൾ അറിയുന്നതാവാം. അതെല്ലാവർക്കും ഒരുപക്ഷെ സാധിച്ചൊന്നുമല്ല. പിന്നെ 25-26 വർഷമായി ഞാൻ സിനിമയിലുണ്ട്. പറഞ്ഞു പഴകിയതുപോലെ മലയാളിയുടെ ഒരുപക്ഷെ ദൈനംദിന ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ മുഖം കാണാതിരിക്കാൻ പറ്റാത്ത, കാണാനുള്ള ആഗ്രഹമില്ലെങ്കിൽ പോലും കാണാതെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എല്ലാ മലയാളികൾക്കും. ഏതെങ്കിലും ഒന്നുകിൽ TV തുറന്നാൽ, അല്ലെങ്കിൽ പത്രത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയോരങ്ങളിലെ വാൾ പോസ്റ്ററുകളിൽ എൻ്റെ മുഖം കാണാതെ എൻ്റെ അല്ല, എന്നെ പോലെ പലരുടെയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഒരുപക്ഷെ അപൂർവമായി സംഭവിക്കുന്ന സൗഭാഗ്യങ്ങളുണ്ട്. ഒരു നടനെന്ന നിലയിൽ അഭിനയത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും. ഒരുപക്ഷെ നമ്മൾ ഉറക്കം വിളിച്ചിരുന്ന് പഠിക്കുന്നത് പോലെ പഠിക്കുന്ന ആളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മാലേന്ദ്രൻ പറഞ്ഞ പോലെ ഞാൻ ചാരായത്തിന് അടിമപ്പെട്ടു പോയി എന്ന് പറയുന്ന പോലെ അഭിനയത്തിന് അടിമപ്പെട്ടു പോയ ഒരാളാണ്. അങ്ങനെ ഒരു അഡിക്റ്റഡ് ആക്ടറാണ്. എനിക്ക് സിനിമയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ എത്തി നോക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ. അഭിനയത്തിൽ മാത്രമേ മുന്നിൽ നിൽക്കാൻ ആഗ്രഹമുള്ള ആളാണ്. വേറെ ഒരുപാട് സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ ഒരുപക്ഷെ ഒരു നടൻ അല്ലെങ്കിൽ ജനസ്വാധീനമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇടപെടാതിരിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഇടപെടലുകൾക്ക് എപ്പോഴും അതിനൊരു പരിമിതിയുണ്ട്, അല്ലെങ്കിൽ അതിനെന്നെ പരിമിതപ്പെടുത്തുന്ന ചില ശക്തികളുണ്ടാവും, ചില വിഭാഗങ്ങളുണ്ടാവും. എല്ലായിടത്തും ഒരുപോലെ വളരെ പ്രത്യക്ഷമായി എനിക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ നാടിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളിലും, എല്ലാ ചിട്ടകളിലും, ചിട്ടവട്ടങ്ങളിലും ഒരു ഭാഗമാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി അങ്ങോട്ടുള്ള എൻ്റെ അഭിനയ ജീവിതത്തിലും അല്ലാത്ത ജീവിതത്തിലും എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ 2 മഹാരാജാസ് കോളേജിലെ
പൂർവ്വ വിദ്യാർത്ഥികൾ പറഞ്ഞതുപോലെ ഈ ഒരു സാംസ്കാരിക കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകാൻ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് എത്തിച്ചേരാൻ ഞാൻ എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ചെറിയ വളരെ താഴ്ന്ന പടികളിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തക പ്രകാശനം ഒരുപക്ഷെ അതിൻ്റെ ഒരു ഭാഗമാകാം. ഇങ്ങനൊരു അവസരം, അല്ലെങ്കിൽ ഇങ്ങനൊരു സമീപനം, ഒരു സതുദ്ദേശപരമായ സമീപനം എന്നെപ്പറ്റി ഉണ്ടായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ കമ്പൈലർ എഡിറ്റർക്കും ഇതിൻ്റെ പ്രസാധകർക്കും ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ സുഭാഷികൾക്കും ഇത് കേൾവിക്കാരായി വന്ന നിങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. വന്ദനം
കൈരളി വന്ദനം കൈരളി കൈരളി വന്ദനം പരശുരാമൻ മയൂരരിഞ്ഞു ജന്മം നൽകിയ പുണ്യമാൻ പരശുരാമൻ മയൂരരിഞ്ഞു ജന്മം നൽകിയ പുണ്യമാൻ കരകളിയല്ലോ മാമിൽ പുകത്തുന്നു ധന്യമാൻ കരകളിയല്ലോ മാമിൽ പുകത്തുന്നു ധന്യമാൻ കൈരളി കൈരളി വന്ദനം കൈരളി കൈരളി വന്ദനം ആ സംഗീതം നിറമാല ചാർത്തുമ്പോൾ സംഗീതം നിറമാല ചാർത്തുമ്പോൾ സോനരാഗംഗയാകിതയതന്നേ കിതയതന്നേ ഓമനാദിങ്കൽ കിടാവോ നല്ല കോമള താമരപ്പൂവോ പൂവിന്തിറഞ്ഞ മധുവോ മണി പൂന്തേനു നന്നേ നിലാവോ മണി പൂന്തേനു നന്നേ നിലാവോ പൂവേ 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 മുക്കുത്തിപ്പൂ കണ്ണും ചെങ്ങമാസപ്പുലരിൽ തിരുമുറ്റത്തൊരു കളമിട്ടോ തിരുവോണം മണ്ണല്ലോ തിരുവോണം മണ്ണല്ലോ മുക്കുത്തിപ്പൂ കണ്ണും ചിങ്ങമാസപ്പുലരിൽ തിരുമുറ്റത്തൊരു കളമിട്ടോ തിരുവോണം മണ്ണല്ലോ തിരുവോണം മണ്ണല്ലോ നമ്മളത്തെ ഭാഗ്യമാമ്മ ഈ നമ്മളത്തെ പുണ്യമാമ്മ നമ്മളത്തെ ഭാഗ്യമാമ്മ ഈ നമ്മളത്തെ പുണ്യമാമ്മ ഈ മണ്ണിൽ ജനിച്ചു ഈ മണ്ണിൽ വളർന്നു ഈ മണ്ണിൽ ജനിച്ചു ഈ മണ്ണിൽ വളർന്നു നമ്മളത്തെ ഭാഗ്യമാമ്മ ഈ നമ്മളത്തെ പുണ്യമാമ്മ ഈ മണ്ണിൽ ജനിച്ചു ഈ മണ്ണിൽ വളർന്നു ഈ മണ്ണിൽ ജനിച്ചു ഈ മണ്ണിൽ വളർന്നു നമ്മളത്തെ ഭാഗ്യമാമ്മ ഈ നമ്മളത്തെ പുണ്യമാമ്മ മലയാള ഭാഷണ സൗന്ദര്യങ്ങളിൽ ഇനിയും ഉയരട്ടെ ഇനിയും ഉയരട്ടെ മലയാള ഭാഷണ സൗന്ദര്യങ്ങളിൽ ഇനിയും ഉയരട്ടെ ഇനിയും ഉയരട്ടെ
ചരിത്രത്തെ എങ്ങനെയാണ് സമീപിച്ചത്? എന്തൊക്കെ തരത്തിലുള്ള പരിണാമങ്ങളാണ് ജ്ഞാനവുമായി ബന്ധപ്പെട്ടും അറിവധികാരവുമായി ബന്ധപ്പെട്ടും കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ സംഭവിച്ചിട്ടുള്ളത്? ചരിത്ര പഠനത്തിന്റെ ഘടനയിൽ സംഭവിച്ചിട്ടുള്ള ധൈഷണികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങളെ സംബന്ധിച്ചെല്ലാം അഗാധ പാണ്ഡിത്യമുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രഗത്ഭരായ പ്രതിഭകൾ നമ്മുടെ അതിഥികളായി എത്തിയിട്ടുണ്ട്. ചരിത്ര പഠനത്തെയും സംസ്കാര പഠനത്തെയും സംബന്ധിക്കുന്ന നിരവധി ബുക്കുകൾ, പുസ്തകങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ചു വരുന്നു. ചരിത്രത്തെയും പഴമയെയും ഒന്നുകൂടി നോക്കിക്കാണാൻ ഏവരെയും ക്ഷണിക്കുന്നു. DC ബുക്സിന്റെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടികളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ചരിത്ര ദിനമാണ്. കേരള ചരിത്രത്തിൻ്റെ വിശദവും സൂക്ഷ്മവുമായ തലങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രശസ്തനായ ചരിത്ര പണ്ഡിതനായ ഡോക്ടർ കെ. എൻ. പണിക്കർ. പ്രാദേശിക ചരിത്ര രചനയുടെ സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ പ്രാദേശിക ചരിത്ര രചനയെ നമ്മുടെ ചരിത്ര രചനാ സന്ദർഭങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രധാന വ്യക്തിയാണ് ഡോക്ടർ എൻ. എം. നമ്പൂതിരി. കേരള ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും നിറഞ്ഞു നിൽക്കുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട MLA ആണ് KV തോമസ്. പ്രിയപ്പെട്ട ശ്രീ കെ. എൻ. പണിക്കർ, ശ്രീ എൻ. എം. നമ്പൂതിരി, DC-യുടെ ഭാരവാഹി, ഒരു വായനക്കാരനാണ്. ആദരണീയനായ തോമസ് സാറിന് നന്ദി പറയുന്നു. ഇന്ത്യയിലെ പ്രഗത്ഭനായ ചരിത്രകാരനും സൈദ്ധാന്തികനും അധ്യാപകനുമായ ശ്രീ കെ. എൻ. പണിക്കർ. അരാഷ്ട്രീയവാദത്തിനും ഫാസിസത്തിനും എതിരെയുള്ള പണിക്കർ സാറിന്റെ ഇടപെടലുകൾ നമുക്ക് മാതൃകയാണ്. ഇന്ന് കേരളം അരനൂറ്റാണ്ടിന്റെ ചരിത്ര വിചാരം എന്ന വിഷയത്തെ അധികരിച്ച് ഡോക്ടർ കെ. എൻ. പണിക്കർ സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം പ്രസംഗവേദിയിലേക്ക് ക്ഷണിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട സംഭാവന ചെയ്ത സ്ഥാപനമാണ് DC ബുക്സ് എന്ന് ഞാൻ പറയേണ്ടതായ ആവശ്യമില്ല. വായന അഭിരുചി കേരളത്തിൽ വളർത്തി കൊണ്ടുവന്നതിൽ ഈ പുസ്തകശാലയ്ക്കുള്ള പങ്ക് ഒരുപക്ഷെ മറ്റ് സ്ഥാപനങ്ങളെക്കാൾ കൂടുതലാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്നതല്ല വാസ്തവത്തിൽ പ്രധാനം. പുസ്തകങ്ങൾ പലരും പ്രസിദ്ധീകരിക്കുന്നു. എന്ത് എങ്ങനെ പ്രസിദ്ധീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പുസ്തക പ്രസാധനത്തെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് അതിൻ്റേതായ ചില നിയമങ്ങളും ചില സാംസ്കാരികമായ പരിപ്രേക്ഷ്യവുമുണ്ട്. സാധ്യതയുള്ളതാണ് എന്നത് വളരെ വളരെ വ്യക്തമാണ്. ലളിതമായി വായിച്ചു പോകാവുന്ന ഗ്രന്ഥങ്ങൾ മാത്രമല്ല, ഗവേഷണ ഗ്രന്ഥങ്ങളും ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളും DC തുടർച്ചയായി തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും സവിശേഷമായ പ്രാദേശിക ചരിത്ര പഠനങ്ങളാൽ വർത്തമാന കേരളത്തിൽ സജീവമായി ഇടപെടുന്ന വ്യക്തിയുമാണ് ഡോക്ടർ N. M. നമ്പൂതിരി. ഇന്ത്യ ഗവൺമെന്റിന്റെ ലെഗസി ഓഫ് നില പൈതൃകം എന്ന പ്രോജക്റ്റിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആയി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ സാമൂതിരി ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങൾ, കേരള സംസ്കാരം അകവും പുറവും, അർത്ഥാന്തരങ്ങൾ എന്ന സാഹിത്യ നിരൂപണം, ഇന്ത്യൻ എസ്തെറ്റിക്സ്, വാണിയംകുളം പഞ്ചായത്ത് വിജ്ഞാനീയം,
അദ്ദേഹം ചീഫ് എഡിറ്ററായുള്ള വാണിയംകുളം പഞ്ചായത്ത് വിജ്ഞാനീയം എന്നീ പുസ്തകങ്ങൾ പുതിയ അനുഭവങ്ങളാണ്. പ്രാദേശിക ചരിത്ര നിർമ്മാണത്തിന്റെ നൂതന പാതകൾ എന്ന വിഷയത്തെ അധികരിച്ചാണ് ഡോക്ടർ N.M. നമ്പൂതിരി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. മലയാളരെ കുറിച്ച് പരാമർശിക്കുന്നതായി കാണുന്നു. തമിഴ്നാട്ടിലുള്ളവരുടെ ലിഖിതങ്ങളിലാണ് അവർ നമ്മളെ മലയാളർ എന്ന് വിളിക്കുകയും ചെയ്യും. പരികൽപ്പന, കേരള സങ്കല്പം അവിടെ നിൽക്കട്ടെ. നമ്മൾ ആരായിരുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മളെങ്ങനെ ചരിച്ചു, നമ്മുടെ ജീവിതചര്യ എന്ത് എന്ന ഒരു അന്വേഷണത്തിന് പ്രസക്തിയുണ്ട്.